ക്രിസ്തുയേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഇന്നത്തെ അനുദിന മനയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ ശബ്ദം അപ്പോസ്തലനായ പൗലോസിനാൽ എഴുതിയ റോമാലേഖനത്തിൻ്റെ 15-ാം അധ്യായത്തിലെ 33-ാമത്തെ തിരുവചനത്തെ ആധാരമാക്കി, സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ലോകം ഇന്ന് സമാധാനത്തിൻ്റെ വഴികൾ തിരഞ്ഞോടുകയാണ്. എന്തു ചെയ്താൽ സമാധാനമുണ്ടാക്കാം, എങ്ങനെ സമാധാനത്തിന് നിലവാരത്തിലേക്ക് എത്തപ്പെടാമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തുനിന്ന് ഉയർന്ന യുദ്ധവും യുദ്ധശ്രുതികളും നിമിത്തം ജനത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ട് അവർ വളരെ ആശങ്കാകുലരായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുന്നു, ലോകത്തിൻ്റെ സമാധാനം താൽക്കാലികമാണ്, എന്നാൽ കർത്താവ് തരുന്ന സമാധാനം നിശ്ചയമായിട്ടുള്ളതും ഉറപ്പുള്ളതുമാണെങ്കിൽ ആ സമാധാനത്തെ പ്രാപിക്കുന്നവരായി മാറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മോട് ബുദ്ധി ഉപദേശിക്കുകയാണ്. നമുക്കറിയാം, കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തനെ കുറിച്ച് അവൻ്റെ ജീവിതം മരണത്തിലേക്ക് പോകാൻ പോകുക, മരണത്തിന് വിധിക്കപ്പെട്ട് കിടക്കുക. അപ്പോസ്തലനായ പത്രോസിനെ ഹേരോദാവ് തടവറയ്ക്കുള്ളിൽ പൂട്ടിവെച്ചിരിക്കുക, പെസഹയ്ക്ക് ശേഷം കൊല്ലുവാൻ. പക്ഷെ കൊല്ലുവാനുള്ള വിധി തൻ്റെ മുകളിൽ ഉണ്ടായിട്ടും, ചേവകരുടെ നടുവിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായിട്ടും പത്രോസ് സുഖകരമായി ഉറങ്ങിയ കാരണം തനിക്കൊരു ഉറപ്പുണ്ട്, തൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, തൻ്റെ ദൈവം എന്നെ പ്രതിസന്ധിയിൽ നിന്ന് വിടുവയ്ക്കുന്ന ദൈവമാണ്, തൻ്റെ ദൈവം അറിയാതെ ഒന്നും നമുക്ക് ഭവിക്കത്തില്ല. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, നമുക്കറിയാം, നാം അധിവസിക്കുന്ന ചുറ്റുപാടുകളിൽ സമാധാനമില്ലാതെ ജീവിതത്തിൻ്റെ ചൂടേറിയ വിഷയങ്ങളുടെ നടുവിൽ അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്നറിയാതെ സമ്പത്തുണ്ടായിട്ടും പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ കഴിയാത്തത് മൂലം അസമാധാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് വീണ് അവിടെ വിലയേറിയ ജീവിതത്തിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞവരെ കാണാൻ കഴിയുമെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്, നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തനായി മാറുക. നിന്റെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും നിന്നോട് കൂടെ ഇരുന്ന് സമാധാനം നൽകി പ്രശ്നങ്ങളെ ജയിപ്പാൻ തക്കവണ്ണം, പ്രതിസന്ധികളെ തരണം ചെയ്യാൻ തക്കവണ്ണം നമ്മെ ബലം പകരുന്ന, നമ്മോട് കൂടെ ഇരിക്കുന്ന, നമുക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന, നമ്മുടെ ജീവിതപാതയെ സുഖകരമായി മുന്നോട്ട് നയിപ്പാൻ ഇടയാക്കുന്ന കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുക, കർത്താവിൽ മാത്രം ആശ്രയിക്കുക. പലവിധമായ വിഷയങ്ങളിൽ ജനമിന്ന് അസമാധാനത്തിലൂടെ കടന്നു പോകുക. ജോലി നഷ്ടപ്പെടുമ്പോൾ എങ്ങനെ ജീവിക്കുമെന്നുള്ള ചിന്തകൾ മനുഷ്യനെ വല്ലാതെ അലട്ടുകയാണ്. രോഗം ശരീരത്തിൽ വരുന്നത് മൂലം, രോഗത്തിൻ്റെ അസ്വസ്ഥതകൾ മൂലം സമാധാനം നഷ്ടപ്പെടുകയാണ്. തലമുറകൾ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നത് കൊണ്ട് മദ്യത്തിനും മയക്കുമരുന്നിനും അധീനപ്പെട്ട് കിടക്കുന്ന ഒരു തലമുറയുടെ നടുവിൽ അവരെങ്ങനെ ആകുമെന്നോർത്ത് ആകുലപ്പെടുകയാണ്. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനം നഷ്ടപ്പെട്ട് കിടക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, ലോകത്തിൻ്റെ സമാധാനം താൽക്കാലികമാണെങ്കിൽ ദൈവം തരുന്ന സമാധാനം ഉറപ്പുള്ളതും ആർക്കും കവരുവാൻ കഴിയാത്തതുമാകുന്നത് കൊണ്ട് കർത്താവിങ്കലേക്ക് നോക്കുക. ആശ്വാസപ്രദനായ സമാധാനത്തിൻ്റെ ഉറവിടമായ കർത്താവിങ്കലേക്ക് നോക്കി നമ്മുടെ ജീവിതത്തിൽ സമാധാനത്തോടെ ജീവിതത്തെ മുന്നോട്ട് നടത്തുവാൻ സർവശക്തൻ്റെ ബലമുള്ള കരങ്ങൾ ഏൽപ്പിക്കാം. കർത്താവ് ഉറപ്പ് നൽകിയ സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ കാക്കുമാറാകട്ടെ, കൂടെ ഇരിക്കുമാറാകട്ടെ, വഴി നടത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.